പ്രിയപ്പെട്ടവരെ, ഒരു കഥ പറയാം. പണ്ട് ഒരു കുഞ്ഞ് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ഉടനെ ടീച്ചർ അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന ഒരു കത്തുണ്ടായിരുന്നു. ആ കത്ത് കുഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ ഉടനെ ആ എഴുത്ത് തുറന്ന് വായിച്ചു നോക്കിയപ്പോൾ മുഖത്ത് എന്തോ വല്ലാത്ത ഒരു വിഷാദം പോലെ. ഉടനെ ആ കുഞ്ഞ് അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, അമ്മേ, എന്തു പറ്റി? ആ അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, നിൻ്റെ ടീച്ചർക്ക് നിന്നെക്കുറിച്ച് നല്ല മതിപ്പാണ്, നല്ല അഭിപ്രായമാണ്. നിന്നെക്കുറിച്ച് ടീച്ചർ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയുമോ? നീ നല്ല കഴിവുള്ള കുട്ടിയാണ്. ആയതുകൊണ്ട് നിന്നെ ആ സ്കൂളിൽ നിന്നും മാറ്റി നല്ല സൗകര്യമുള്ള ഒരു സ്കൂളിൽ ചേർക്കണം എന്നാണ് ടീച്ചർ എന്നെ എഴുതി അറിയിച്ചിരിക്കുന്നത്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഈ കുഞ്ഞാണ് പിന്നീട് ലോകം അറിയപ്പെട്ട തോമസ് ആൽവ എഡിസൺ എന്ന ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആയിട്ട് മാറിയത്. അദ്ദേഹം പിന്നീട് കാലങ്ങൾക്ക് ശേഷം തൻ്റെ ആ പഴയ പെട്ടി എടുത്തുകൊണ്ട് ആ പഴയ കാലത്തെ പുസ്തകങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ പരതി നോക്കിയപ്പോൾ ആ പഴകിയ പുസ്തകങ്ങൾക്കിടയിൽ ഒരു എഴുത്ത് കണ്ടു. ആ എഴുത്ത് അന്ന് ടീച്ചർ അമ്മയ്ക്ക് എഴുതിയ എഴുത്താണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ മകൻ ബുദ്ധി കുറവുള്ള കുട്ടിയാണ്. ഇവിടെ ക്ലാസ്സിലാവട്ടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കുട്ടികളുമാണ്. ആയതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ കുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നായിരുന്നു ടീച്ചർ എഴുതിയിരുന്നത്. ഇതങ്ങ് വായിച്ചപ്പോൾ എഡിസൺ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് പോയിട്ട് ഇങ്ങനെ പൊട്ടി കരയാൻ തുടങ്ങി. അദ്ദേഹം ഓർത്തു, എൻ്റെ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. എൻ്റെ അമ്മ എന്നെനിക്ക് ആ ഒരു പ്രചോദനവും മാനസികമായും അതുപോലെ എൻ്റെ കഴിവ് എന്നെ ബോധ്യപ്പെടുത്തി തരികയും എൻ്റെ കഴിവുകേട് മറച്ചു വെക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ എഡിസൺ ഇന്ന് ഇങ്ങനെ ആകുമായിരുന്നില്ല. പ്രിയപ്പെട്ട അമ്മമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് കഴിവുണ്ടാകും, കഴിവുകേടുമുണ്ടാകും. കഴിവുകേടുകൾ നമ്മൾ അവരെ അറിയാതെ അത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക. എന്നാൽ നമ്മുടെ മക്കളുടെ കഴിവുകളെ അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ആ കഴിവിൽ അവർക്ക് എന്ത് പ്രോത്സാഹനമാണോ നമുക്ക് നൽകാൻ കഴിയുക എങ്കിൽ അതാണ് ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ടത്.